നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ മതിച്ചു പുളച്ചു. 40 വണ്ടി പോലീസ്, ചുറ്റും അംഗരക്ഷകർ, ചെല്ലുന്നിടത്ത് രാജകീയ വരവേൽപ്പ്, ചുറ്റും അടിമകൾ, കൈനിറയെ കാശ്, വാഴ്ത്തുപാട്ട്, കുമ്മിയടി. അധികാരം വല്ലാതെ പിണറായിയെ ഭ്രമിപ്പിച്ചു. തന്നെ തൊടാൻ ആരുമില്ല എന്നൊരു അഹങ്കാരം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഭയം തുടങ്ങിയിരിക്കുകയാണ് പിണറായിക്ക്. ജനങ്ങളെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. അധികാരം പോകും, തുടർഭരണമില്ലെന്ന ഭയം പിണറായിയെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. തോറ്റാൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അത് ചിന്തിക്കാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. വോട്ട് പ്രതിപക്ഷത്തോട്ട് ഒഴുകും എന്നുള്ള ഒരു വാദം പിണറായിയെ ദഹിപ്പിക്കുന്നു. തുടർഭരണം ഇല്ലെന്ന ജനങ്ങളുടെ അശരീരി പിണറായിയെ വെറുപിടിപ്പിക്കുന്നു. ക്ലിഫ് ഹൗസിൽ ഉറക്കമില്ലാതെ വിജയന് സമനില തെറ്റിയിരിക്കുന്നുവെന്ന്. എത്രയൊക്കെ മതിച്ചു പുളച്ചാലും താഴെ വന്നേ ഉള്ളൂ സമ്മാനമെന്ന് കമ്മിക്കൂട്ടത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. CPM തോൽക്കും എന്ന് ചാനൽ സർവേകൾ തള്ളിമറിച്ചപ്പോൾ അത് കണ്ട് ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് കോടികൾ പൊടിച്ചുകൊണ്ട് ഇതേ ചാനലുകാരെ കൊണ്ട് മാറ്റി പറയിച്ചു ഇടത് തുടരുമെന്ന്. ഭരണമില്ലെന്നത് കേൾക്കുന്നത് തന്നെ പിണറായിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ അത് പോയാലുള്ള അവസ്ഥയോ? സൈബർ ഇടത്തിൽ ചില ചൂടൻ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അധികാരം കിട്ടിയില്ലെങ്കിൽ പിണറായി പെട്ടിയും കിടക്കയും എടുത്ത് ദുബായിക്ക് മുങ്ങുമെന്ന്. പിന്നെ കേരളത്തിൽ നിൽക്കുന്നത് സേഫ് അല്ല. ആയ കാലത്ത് ഉണ്ടാക്കിയതൊക്കെ കൊണ്ട് പതുക്കിയിരിക്കുന്നത് ദുബായിലാണല്ലോ. ചികിത്സയുടെ പേരെങ്കിലും പറഞ്ഞ് നൈസായിട്ട് മുങ്ങും, തേഞ്ഞൊട്ടുന്നത് CPM ആയിരിക്കുമെന്ന്. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ CPM-ഉം പിണറായി വിജയനും നേരിടാൻ പോകുന്ന ചില തീച്ചൂള ചോദ്യങ്ങളുണ്ട്. ജനം CPM-നെ വെറുത്തു. ജനം ഈ പാർട്ടിയിൽ നിന്നകന്നു. ശബരിമല തിരിച്ചടിച്ചു. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ജനം പ്രധാന ചർച്ചയാക്കി. പിണറായിയുടെ ഏകാധിപത്യം ജനം തോട്ടിലെറിഞ്ഞു. ജനത്തെ വെല്ലുവിളിച്ച CPM-ന് അടിപതറി എന്നിങ്ങനെ ചർച്ചകൾ മാറും. പിണറായി CPM-ന്റെ കഴുക്കോലൂരി എന്നും പ്രസ്ഥാനത്തെ തോൽപ്പിച്ചു എന്നുമുള്ള വാദം ശക്തമാകും. ഇതോടെ പാർട്ടിക്കാരും പിണറായിയെ വലിച്ചു തോട്ടിലെറിയും. പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധർ ഒന്നിക്കും. അവർ പിണറായിസത്തിനും മരുമോനിസത്തിനും സമാധി കെട്ടും. അവസാന നാളുകൾ കൊടൂരമായിരിക്കും പിണറായിക്ക്. ഈ വേവലാതിയും മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു. എങ്ങനെയും ഭരണം പിടിക്കുക, ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ പിണറായിക്കുള്ളൂ. അതിനേതറ്റം വരെയും പോകാൻ പിണറായി തയ്യാറാകും. ഡീലെങ്കിൽ ഡീല്, അതാരുമായും വെച്ചേക്കും. പേടിച്ച് സമനില തെറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പുറത്തേക്കിറങ്ങുന്ന മുഖ്യമന്ത്രി വായിൽ വരുന്നതൊക്കെ കണ്ണിൽ കാണുന്നവരെയൊക്കെ വിളിച്ചു പറയുന്നത്, ആക്ഷേപിക്കുന്നത്. പരനാറി ചെറ്റ, നിന്റെ വീട്ടിൽ പോയി ചോദിക്ക് ഡയലോഗ് അടിക്കുന്നത് സമനില തകരാറിലായതുകൊണ്ടാണെന്ന് ഇപ്പോൾ പരക്കെ ഒരടക്കം പറച്ചിലുണ്ട്. അധികാരമില്ലാത്ത പിണറായി അതെങ്ങനെയായിരിക്കും? വെറും ഷൂ. കാരണം 2 ഗവൺമെന്റുകളുടെ വേട്ടയാടലിന് ഇരയാകേണ്ടി വരും. അധികാരം കിട്ടുന്നത് വലതിനാണെങ്കിൽ അവരെടുത്തിട്ട് പൊതിക്കും. കഴിഞ്ഞ 10 വർഷം വേട്ടയാടിയതിന് UDF പലിശ സഹിതം തിരിച്ചു കൊടുക്കും. അധികാരം നഷ്ടപ്പെട്ട പിണറായിയെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് മോദി സർക്കാരും നിലപാടെടുക്കും. മുക്കിവെച്ച കേസുകൾ ഒന്നൊന്നായി പൊക്കും. ഈ ഭയം പിണറായിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ UDF ആണ് അധികാരം പിടിക്കുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പല അഴിമതി ആരോപണങ്ങളുണ്ട്. അതെല്ലാം അവർ കുത്തിപ്പോക്കും. പിണറായിയെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ പിണറായിക്ക് ഇത്രത്തോളം വലിയ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി അത്ര കണ്ട് പിണറായിയെ അങ്ങ് ദ്രോഹിക്കാനോ വേട്ടയാടാനോ നിൽക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കാരണം ഈ 10 വർഷം കൊണ്ട് പിണറായി UDF-ലെ പലരെയും വേട്ടയാടിയിട്ടുണ്ട്. നടു റോഡിലിട്ട് പലരെയും, പല നേതാക്കളെയും തല്ലിച്ചതച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ടേൺ ഒന്ന് വന്നോട്ടെ എന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവരുടെ സമയം വന്നാൽ അവർ തിരിച്ചടിക്കും. അപ്പോൾ ഒരു മയവും ഉണ്ടാകില്ല. അധികാരം പിടിക്കേണ്ടത് ഇപ്പോൾ പിണറായിക്ക് നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. അല്ലെങ്കിൽ ശത്രുക്കൾ എല്ലാവരും ചേർന്ന് പിണറായി കൂട്ടത്തെ കൊത്തിപ്പറിക്കും. എനിക്കിപ്പം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണം. ഖജനാവ് കൊള്ളയിലൂടെ സൃഷ്ടിക്കുന്ന പരസ്യത്തിന്റെ പ്രളയത്തിന് ഒരു മന്ത്രിസഭയ്ക്ക് ജന്മം കൊടുക്കാൻ ശേഷി ഉണ്ടാകുമോ? സാധ്യമാവില്ല. പിണറായി വിജയന്റെ വ്യർത്ഥമായ പരസ്യ പ്രളയത്തിന്റെ പേറ്റുനോവിൽ നിന്ന് ഏതാനും ദിവസം കഴിഞ്ഞാൽ ലഭിക്കുന്നത് ചാപിള്ളയായിരിക്കും. കേരളം എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണം. പിണറായി വിജയൻ 10 വർഷം കൊണ്ട് കേരളത്തിൽ തേനും പാലും ഒഴുക്കിയെന്നാണ് പാണന്മാർ പാടി നടക്കുന്നത്. അത് ശരിയാകാം, തെറ്റാകാം. ഏത് വീക്ഷണകോണിൽ കൂടിയാണ് അതിനെ വിലയിരുത്തുന്നതെന്ന് ആശ്രയിച്ചിരിക്കും ഫലം.
അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അന്തകനെന്ന് വിശേഷിപ്പിച്ചാലും ആ പാർട്ടിയുടെ ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെ അദ്ദേഹത്തോട് ഇപ്പോഴും ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് എന്ന് ആർക്കും നിഷേധിക്കാനും കഴിയില്ല. പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് എന്ന് വാഴ്ത്തി പാടുമ്പോഴും ഏറ്റവും വലിയ ന്യൂനത ഒരു വ്യാഴവട്ടം പാർട്ടിയുടെ സമസ്ത അധികാരവും കയ്യിൽ വെച്ചിട്ടും ഒരു ദശാബ്ദം മുഖ്യമന്ത്രി പദവി കൈപ്പിടിയിൽ ഒതുക്കിയിട്ടും ഒരു സ്വാഭാവിക പിൻഗാമിയെ ഒറ്റയ്ക്കോ കൂട്ടായോ സംഭാവന ചെയ്യാൻ ചെറുവിരൽ അനക്കാതെ എങ്ങനെയും അധികാരം തൻ്റെ കൈപ്പിടിയിൽ തന്നെ ആയിരിക്കണം എന്ന ദുശ്ശാഠ്യത്തോടെ കരുക്കൾ നീക്കി എന്നതാണെന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുകയാണ് ശക്തിധരൻ പലത് ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചതിൽ ഒരു പ്രധാനി കൂടിയാണ് ശക്തിധരൻ. കൈതോലപ്പായയും ഒക്കെ നമ്മൾ എത്രയോ വിവാദങ്ങൾ കേട്ടതാണ്. പക്ഷേ അതിനൊന്നും കൂടുതൽ തെളിവുകൾ നിരത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള അഴിമതികൾ പിണറായിയുടെ കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് ശക്തിധരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇതിനൊപ്പം തന്നെ ഒന്ന് കൂട്ടി വായിക്കണം. ശക്തിധരൻ പറയുന്നുണ്ട്, അതായത് PR പണി കൊണ്ട് വീണ്ടും അധികാരം പിടിക്കാനുള്ള നീക്കമാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. CPM-നെ തീച്ചൂളയിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ശക്തിധരൻ പലതും ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയുന്നത്. നമുക്ക് ആ പോസ്റ്റ് വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പിൻഗാമിയെ പോലും പിണറായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഞാൻ തന്നെ അധികാരി, ആ ഒരു ഏകാധിപത്യമാണ് വ്യക്തമാകുന്നത്. പാർലമെന്ററി വ്യാമോഹം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നേതാവാണ് പിണറായി വിജയൻ എന്ന് എങ്ങനെ വിശ്വസിക്കും? സ്ഥാനമാനങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ മുട്ടിൽ ഇഴയുന്ന പിണറായി വിജയനെയാണ് പാർട്ടിക്ക് പരിചിതൻ. മനുഷ്യത്വമുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന കിരീടം അദ്ദേഹത്തിന് ചാർത്തി കിട്ടണമെങ്കിലും എത്ര ജന്മം കഴിയണം? പിണറായി വിജയന് ഒരു പകരക്കാരനെ കണ്ടെത്തുക ദുഷ്കരമായിരിക്കും. പാർട്ടിയിൽ ഇക്കാര്യത്തിൽ സർവ്വതാ യോഗ്യരായ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. എത്ര മന്ത്രിസഭ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ അത്തരത്തിലൊരു നീക്കവും പാർട്ടിയിൽ വെച്ചു പൊറുപ്പിക്കില്ല. ചില വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ട് പരിചിതമുള്ളതുപോലെ രഹസ്യ പോലീസിന്റെയും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ചാരന്മാരുടെയും നിതാന്ത നിരീക്ഷണത്തിലായിരുന്നു ഈ പാർട്ടിയും കഴിഞ്ഞ 10 വർഷം. പുതിയ നേതൃത്വത്തെ ഭരണം ഏൽപ്പിക്കുമ്പോൾ എന്താണ് പാർട്ടി അനുവർത്തിക്കേണ്ട നയം എന്നത് എത്രയോ കാലം മുൻപേ തീരുമാനിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് മുഴുവൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരാൾക്ക് വേണ്ടി മാത്രം വഴിമാറിക്കൊടുത്തത്? പ്രായപരിധി കർക്കശമായി പാലിക്കുന്ന പാർട്ടി എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിലിഴയുന്നത്? ഇതെങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമാകും? പാർട്ടിയെ അപജയത്തിന്റെ ചെളിക്കുണ്ടിൽ ബോധപൂർവം ചാടിച്ചതല്ലേ? ഈ വഞ്ചനയ്ക്ക് കനത്ത തിരിച്ചടി കൊടുക്കണമെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനകോടികൾ പാർട്ടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാൻ രംഗത്തിറങ്ങണം. അതിൽ അമാന്തം കാട്ടിയാൽ പാർട്ടി ബംഗാളിലെ പോലെ ആവിയായി പോകും. പ്രൊപ്പഗാൻഡയ്ക്ക് പഞ്ഞമുണ്ടാകരുത് എന്നത് മാത്രമാണ് പിണറായി മുറുകെ പിടിക്കുന്നത്. സിനിമാ താരങ്ങളെ പോലും കോടികൾ മുടക്കി വലവീശി പിടിക്കുന്നു. പാർട്ടിയിൽ ഇതേവരെ ഇത്തരം പ്രവർത്തന ശൈലി കണ്ടിട്ടില്ല എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഗസ്റ്റപ്പോകൾ അവരെ നോട്ടപ്പുള്ളികളാക്കും. പാർട്ടിയിൽ തർക്കുത്തരം പറഞ്ഞ് വസ്തുതകൾ മറച്ചുവെക്കാൻ എല്ലാ കാലത്തും ചില ചാവേറുകളെ നിർത്തിയിട്ടുണ്ട്. തൊടുന്യായങ്ങൾ എഴുന്നള്ളിച്ച് അവർ പാർട്ടിയെ കീശയിലാക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് M. സ്വരാജ്. എപ്പോഴൊക്കെ പാർട്ടി പ്രതിസന്ധിയിലാകുമോ അപ്പോഴൊക്കെ നേതൃനിരയെ തുണയ്ക്കുന്ന വാദങ്ങളുമായി ഇയാൾ രംഗത്തിറങ്ങി വിടുവേല ചെയ്യും. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഒരു മറയുമില്ലാതെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാറില്ല എന്നാണ്. അത് പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞു എന്നതാണ് ഏറെ കൗതുകകരം. VS-നെ അവഹേളിച്ച് ഇദ്ദേഹം നടത്തിയ പുലഭ്യം വിളി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കയറിപ്പറ്റാൻ അവസരം തരപ്പെട്ടെങ്കിലും പാർട്ടിയുടെ അടിത്തറയാണ് ഇളകിയത്. P. ജയരാജൻ വ്യക്തിപൂജയിലൂടെ പാർട്ടിയെ തകർക്കുകയാണെന്ന് ആരോപിച്ചിരുന്നത് തന്നെയാണ് പാർട്ടിക്ക് പുറത്ത് ഇയാൾക്ക് വേണ്ടി സ്തുതിഗീതം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾക്ക് വേണ്ടി ബാഹ്യശക്തികൾ സംരക്ഷണ കവചം തീർക്കുന്നത്? എന്തായാലും സംശയാസ്പദമാണ് ഈ നീക്കങ്ങൾ. 10 വർഷത്തെ LDF ഭരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം പഴയ ഇരുട്ടറയിലാകുമായിരുന്നില്ലേ എന്നതാണ് മുഖ്യമന്ത്രിയുടെ പൊളപ്പൻ പരസ്യവാചകം. ഏത് ഇരുട്ടറയിലായിരുന്നു മുഖ്യമന്ത്രി അങ്ങ് കേരളത്തിൽ 10 വർഷം മുൻപ് ജീവിച്ചത്? കണ്ണടച്ചിരുട്ടാക്കരുത്. അതുകൊണ്ടാണോ കേരളത്തിൽ നിന്ന് 10 വർഷം വീതം ഒറ്റ MP-യെ മാത്രം ഇടതുപക്ഷത്ത് നിന്ന് ദില്ലിക്ക് അയച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ MP-മാർ ദില്ലിയിൽ ഉണ്ടാവാനേ പാടില്ലെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് മുൻപ് 10 വർഷത്തെ വികസനം കേരളത്തിൽ ഇരുളടഞ്ഞാണ് കിടന്നിരുന്നതെന്ന് മുഖ്യമന്ത്രി പരസ്യത്തിലെ പ്രളയത്തിലൂടെ കനാൽ തുറന്നുവിട്ട് ചോദിക്കുന്നത് കേരളം കാണുന്നില്ലേ? അല്ലയോ മുഖ്യമന്ത്രി, 10 വർഷം കേരളത്തിൽ നടന്ന ജനവിധികളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും അഭൂതപൂർവമായ വിജയം നേടിയ സംസ്ഥാനം വേറെ ഏതുണ്ട്?
കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വായിൽ പഴമുള്ളതുകൊണ്ട് അവരൊന്നും വാ തുറന്ന് പറയില്ല. ഗ്രൂപ്പ് ഗുസ്തികളെക്കുറിച്ചല്ലാതെ വാ തുറക്കുന്ന എത്ര കോൺഗ്രസ് എംപിമാരുണ്ട് കേരളത്തിൽ? ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഭാഗമാണ് കേരളമെന്ന് ബോധ്യമുള്ള എത്ര പേർ കോൺഗ്രസിലുണ്ട്? 10 വർഷം കേരളത്തിലെ കൂരിരുട്ട് നീക്കി തളർന്നിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി. അങ്ങയോടൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ പോയി ചോദിക്കാൻ പറയരുതേ. അങ്ങ് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ശേഷം ഏതെങ്കിലും നിരത്തിലൂടെ ആത്മധൈര്യത്തോടെ തൊഴിൽ സ്ഥാപനത്തിലേക്കോ താമസ സ്ഥലത്തേക്കോ ഒറ്റയ്ക്കെത്താൻ നമ്മുടെ സഹോദരികൾക്കും അമ്മമാർക്കും കഴിയുന്നുണ്ടോ? അതോ 10 വർഷത്തിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായോ മുഖ്യമന്ത്രി? ഇതാണോ 10 വർഷം മുൻപ് അങ്ങ് ഏറ്റെടുത്ത കേരളം? അങ്ങയുടെ തോളിലിരിക്കുന്ന വെള്ളാപ്പള്ളി പടച്ചുവിടുന്ന ഉമ്മാക്കികൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? തീവ്ര മതശക്തികളിൽ നിന്ന് ബദൽ സഹായം പ്രതീക്ഷിച്ചല്ലേ അങ്ങ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? SDPIയുടെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്നതോ? 10 വർഷത്തെ ഇരുണ്ട കാലത്തെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ വെച്ചുകെട്ടാൻ കഴിയുന്നത്? CPM അല്ലാതെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ പഠന ഗവേഷണ സ്ഥാപനങ്ങളോ ഇത്തരത്തിൽ ഇരുളടഞ്ഞ 10 വർഷത്തെക്കുറിച്ച് വിദൂര പരാമർശമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏതായാലും മണിക്കൂറുകളെ പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഒരു പാഴ് ചരിത്രം പൊളിച്ചെഴുതാനുള്ള അവസരമാണിത്. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. ഭരണകൂടം CPMന്റെ കയ്യിലാണ്. നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആഡംബര പരസ്യ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ പടക്കുതിരകളെ പോലുള്ള രംഗപ്രവേശം CPMനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. ഭയത്തിന്റെ മുൾമുനയിലാണ് മുഖ്യമന്ത്രി. എന്തെങ്കിലും യാഥാർത്ഥ്യം ഈ പ്രചരിപ്പിക്കുന്നതിലുണ്ടോ? ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവകാശപ്പെടുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തട്ടിക്കൂട്ടിയതാണെന്നത് കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് എന്ന CPI അടക്കമുള്ള ഭരണപക്ഷ പാർട്ടികളുടെയും പഠന ഗവേഷണ സ്ഥാപനങ്ങളുടെയും വിലയിരുത്തൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം അത് അംഗീകരിച്ചു തരില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ അതിബുദ്ധി. എന്തെന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സന്നാഹങ്ങൾ മെച്ചപ്പെട്ടാൽ ഇതേ അവകാശവാദം പറയാമല്ലോ. ഇരുണ്ട കാലത്തെ കണക്കിൽ അമ്പലം വിഴുങ്ങിയതും ഉൾപ്പെടുമോ? അതും കോൺഗ്രസ് ഭരണത്തിന്റെ നീക്കി ബാക്കിയാണോ? പിണറായി വിജയന്റെ വായടപ്പിക്കുന്ന ചോദ്യങ്ങൾ, CPMനെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന ശക്തിധരൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണണം. തുടർഭരണം ഉണ്ടാകുമോ അതോ UDF കൊണ്ടുപോകുമോ? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന CPM അവരുടെ അവസ്ഥ എന്തായിരിക്കും? പിണറായി ബോധം കെട്ട് നിലത്ത് വീഴുമോ എന്നറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ. അത് കഴിഞ്ഞ് മെയ് 4 വരെയുള്ളൊരു കാത്തിരിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.